എന്ന് പഠിപ്പിച്ച പോലെ ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആയത്തുള്ള റൂഹുല്ലാ ഖുമൈനി പറഞ്ഞോ. ലോകത്തെ ഏക ഇസ്ലാമിക ഗവൺമെന്റ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അന്ന് എഴുതിയത്. സിമി അന്ന് പറഞ്ഞത് ലാ ഷിയഇയ്യ ലാ സുന്നിയ ഇസ്ലാമിയ ഷിയായിസം എന്നൊന്നില്ല, സുന്നി എന്നൊന്നില്ല, ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് നഗരത്തിന്റെ തെരുവീതിയിലൂടെ പ്രകടനം നടത്തി മുദ്രാവാക്യം മുഴക്കിയത്. അന്ന് ആയത്തുള്ള റൂഹുല്ലാ ഖുമൈനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും കുറെ തൗഹീദിന്റെ മക്കൾ ഉണ്ടാകുമായിരുന്നു. ഉണ്ടെങ്കിൽ അവർ ബുഷിന്റെ അക്രമവർദ്ധനങ്ങൾക്ക് വിധേയമായി അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവര് ഷഹീദുമാരാണ്. ഇറാഖിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഷഹീദുമാരാണ്. അങ്ങനെയല്ലെങ്കിലോ ദുനിയാവോ നഷ്ടം, ആഖിറവും നഷ്ടം. ആരാ ഉത്തരവാദി? ചിന്തിക്കുക. നമുക്ക് വികാരമുണ്ടാകണം, പക്ഷേ വിവേകം നശിക്കാൻ പാടുണ്ടോ? ഇല്ല. 2 കൊല്ലം ബുഷ് ഇറാഖിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് 24 കൊല്ലം കൊണ്ട് സദ്ദാം ഇറാഖിൽ ചെയ്തത്. സ്വന്തം ജനതക്കെതിരെ രാഷ്ട്രായുധം പ്രയോഗിച്ച ലോകത്തെ ഏക രാജാവ്, ഏക ഭരണാധികാരി സദ്ദാമാണ്. അല്ലേ? ആണ്. നമുക്ക് വികാരം വേണം, പക്ഷേ വിവേകം നശിക്കരുത്. വസ്തുതകളാണ്, എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതകളാണ്. ശരി, പ്രശ്നമെന്ത്? ബുഷ് മുഖേന നമ്മൾ ആരെങ്കിലും നരകത്ത് പോയോ? ബുഷ് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നരകത്തിൽ പോകും. മറിയം ബീവി വിളിച്ച് പ്രാർത്ഥിച്ചോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ നരകത്തിൽ പോകും. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മുസൽമാൻ, എത്ര കോടി മുസൽമാന്മാർ അങ്ങനെ നരകത്ത് പോയിട്ടുണ്ടാവും? ഇല്ല. 1, 2, 3 ആളുകൾ എവിടെയെങ്കിലും ബുഷിന്റെ പ്രബോധനം കേട്ടിട്ട് ആയിട്ടുണ്ടെങ്കിലാവും. ഏതായാലും ഞാൻ നിഷേധിക്കുന്നില്ല, ഏതായിരുന്നാലും കൂടുതലില്ല. ശരി, നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ നരമേധം നടത്തിയ ആളാണ് എന്ന് പറയുന്നു. ശരി, ആ നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ശ്രീരാമനെ വിളിച്ചോ? ശ്രീകൃഷ്ണനെ വിളിച്ചോ? നരേന്ദ്രമോദി കേരളത്തിൽ വന്നു, അദ്ദേഹം പ്രസംഗിച്ച് കേട്ടിട്ട് ശ്രീരാമനെ വിളിച്ചോ? ഇല്ല. നരകത്തിൽ പോയോ? ഇല്ല. ഒരു പക്ഷേ ബാൽ താക്കറയെ കൊണ്ട്, ഉമാഭാരതിയെ കൊണ്ട്, നരേന്ദ്രമോദിയെ കൊണ്ട്, അതുപോലുള്ള ആളുകളെ കൊണ്ട് ഏതെങ്കിലും ഒരു മുസൽമാന് സ്വർഗത്ത് പോകാനിടയുണ്ടായിട്ടുണ്ടാകും മരിച്ചതിന് പേരിൽ, തൗഹീദ് കിട്ടിയിട്ടാണ് മരിച്ചതെങ്കിൽ. എന്നാൽ നമ്മൾ നരകത്തിൽ പോകാൻ ഇടയാക്കിയത് ആരൊക്കെ, എന്തൊക്കെ? നമ്മുടെ കണ്ണുകൾ നരകത്തിൽ പോയതെങ്ങനെ? നമ്മുടെ വിശ്വാസം ശിർക്കായതെങ്ങനെ? നമ്മുടെ നമസ്കാരം വെട്ടിക്കുറക്കപ്പെട്ടതെങ്ങനെ? ബുഷ് പറഞ്ഞിട്ടോ? നരേന്ദ്രമോദി പറഞ്ഞിട്ടോ? ബാൽ താക്കറെ പറഞ്ഞിട്ടോ? അല്ല. 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിങ്ങൾ 3 നേരം നമസ്കരിക്കാൻ തുടങ്ങിയത് മുസ്ലിമായ മനുഷ്യൻ പ്രസംഗിച്ചിട്ടോ അമുസ്ലിം പ്രസംഗിച്ചിട്ടോ? നമുക്ക് വികാരം വേണം, പക്ഷേ വിവേകം നശിക്കരുതല്ലോ. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങളോട് പറയുകയാണ്, മൊഹീദ്ദീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നരകത്തിലാണ്. അത് ശിർക്കാണ്. ശിർക്ക് ചെയ്തവൻ നരകത്തിന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നമ്മൾ മൊഹീദ്ദീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കാരണമായത് ബുഷാണോ, നരേന്ദ്രമോദിയാണോ, ബാൽ താക്കറെയാണോ, വാജ്പേയിയാണോ, അഡ്വാനിയാണോ? അതല്ല. ഇന്ന മതപണ്ഡിതനാണോ? നിങ്ങൾ പറ. കാന്തപുരമാണോ, ചെറുശ്ശേരിയാണോ, പേരോടാണോ, സുലൈമാൻ മാളിയക്കൽ സഖാഫിയാണോ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവനാണോ? നിങ്ങൾ പറ. അപ്പോൾ നമ്മൾ നരകത്തിൽ പോകാൻ കാരണക്കാരാര്? നമുക്ക് ദുനിയാവ് ഉണ്ട്, ആഖിറവുമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായത് ആഖിറത്തിന് വേണ്ടിയാണല്ലോ, ദുനിയാവിന് വേണ്ടിയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് ഒരു മഹാസമുദ്രത്തിൽ ഒരു പക്ഷി കൊക്ക് താഴ്ത്തിയിട്ട് എടുത്താൽ ആ പക്ഷിയുടെ കൊക്കിൽ എത്ര വെള്ളം പറ്റിപ്പിടിക്കുന്നുവോ അത്രയെങ്കിലും വില നൽകിയിരുന്നുവെങ്കിൽ, അള്ളാഹു നൽകിയിരുന്നെങ്കിൽ, ഈ ലോകത്തൊരൊറ്റ കാഫിറും ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ലായിരുന്നു, അള്ളാഹ് കൊടുക്കൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉള്ള വെള്ളം മുഴുവൻ അവരാ കുടിക്കുന്നത്, അല്ലേ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന മുസ്ലിങ്ങളാണ്, അല്ലേ? അപ്പോ എന്താ, അള്ളാഹു ഈ ദുനിയാവിനൊരു വിലയും കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ ദുനിയാവില്
കഴുത്തിന് മീതെ തല നിലനിൽക്കുന്നതിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്? അതല്ല, സുഖസുന്ദരമായി നരകത്തിന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നതിനെ പറ്റിയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? NDF-കാരെ നരകത്തിന് ജനങ്ങളെ രക്ഷിക്കാൻ നോക്കി, ജമാഅത്തുകാരെ നരകത്തിന് ജനങ്ങളെ രക്ഷിക്കാൻ നോക്കി, ശിർക്കിന് രക്ഷപ്പെടുത്തി, കുഫ്റിന് രക്ഷപ്പെടുത്തി, തൗഹീദിലേക്ക്, നിസ്കരിക്കാത്തവർ നിസ്കരിക്കുന്നതിലേക്ക്. എങ്ങനെ? വലിയ ജമാഅത്തുകാർ നടത്തുന്ന പ്രബോധനമല്ല, ശിർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഏത്തടിപ്പിക്കലല്ല. നിസ്കാരം ശിർക്ക് ചെയ്യുന്നവന്റെ നമസ്കാരം ഏത്തമിടലാണ്, അത് നിസ്കാരമല്ല. ശിർക്ക് ചെയ്തവന്റെ നിസ്കാരം ബാത്തിലാണ്. ഒളു ഇല്ലാത്ത നിസ്കാരം സമ്മതിക്കുന്ന പോലെയാണത്. ഒളുമില്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ ശിർക്കുണ്ടായിട്ട് നിസ്കരിക്കല്? തൗഹീദില്ലാതെ നിസ്കരിക്കല് എങ്ങനെയാ? അതുകൊണ്ട് അപ്പോ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കും. NDF-ലെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട്. കാരണം അവർ സ്ത്രീധനം വാങ്ങുകയില്ല. സ്ത്രീധനം വാങ്ങുന്നവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. ആണത്തം ഉണ്ടായിട്ടില്ല, അതിന് വേറൊരു സംഘടനക്കും, വേറെ ഒരു സംഘടനക്കും ലോകത്ത് ആണത്തം ഉണ്ടായിട്ടില്ല സ്ത്രീധനം വാങ്ങിയവരെ പുറത്താക്കാൻ. ഇല്ലേ? ഒരുപാട് നല്ല വശങ്ങൾ NDF-നുണ്ട്. അവർ ആത്മാർത്ഥതയുള്ളവരുണ്ട്. നേതാക്കന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, ജനങ്ങളുടെ കാര്യമാണ്, അനുയായികളുടെ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ശേഷി മുഴുവൻ, ശക്തി മുഴുവൻ, ഈ ആവേശം മുഴുവൻ ശിർക്കുന്ന ജനങ്ങളെ ശാശ്വതമായി നരകത്തിന് രക്ഷിക്കും. ഇവിടെ ഈ ലോകത്ത് കട്ടിലിൽ കിടന്ന് മരിക്കണ്, ആക്സിഡന്റിൽ മരിക്കണ്, അറ്റാക്ക് വന്ന് മരിക്കണ്, ക്യാൻസർ വന്ന് മരിക്കണ്, അല്ലെ, കുഴഞ്ഞു വീണ് മരിക്കണ്. മരണം വരെയുള്ള ജീവിതം അള്ളാഹു ഏറ്റതാണ്. ആ കൃത്യസമയത്തല്ലാതെ മരിക്കൂല. പിന്നെ അമ്മക്ക് ചെയ്യാനുള്ള പണി എന്താണ്? ചികിത്സിക്കുക, കഴിയുന്നത്ര സുരക്ഷ പാലിക്കുക, അല്ലെ? എന്നാലും ഈ ലോകത്തല്ലേ ഒരു 50, 60, 70, 80, അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ, ഇല്ല. എന്നാൽ ശാശ്വതമായൊരു സ്വർഗമില്ലേ? ആ സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ എത്തിക്കുവാൻ ഈ തല മരിക്കണവരെ കുറെ കാലം നിലനിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ശിർക്കില്ലാതാകണം, തൗഹീദ് ഉണ്ടാകണം. മതിയോ? നമസ്കാരം ഉണ്ടാകണം, സക്കാത്ത് ഉണ്ടാകണം, നോമ്പുണ്ടാകണം, ഹജ്ജ് ഉണ്ടാകണം. മതിയോ? പോരാ. സൽസ്വഭാവ സംസ്കാര മര്യാദകൾ ഉണ്ടാകണം. നല്ല കുടുംബജീവിതമാകണം, നല്ല സാമൂഹ്യ ജീവിതമാകണം, എല്ലാവിധത്തിലുള്ള സാമൂഹ്യ കടപ്പാടുകൾ നിറവേറ്റണം, സേവനങ്ങളും സഹായങ്ങളും നിർവഹിക്കണം, എല്ലാം വേണം. ഇതൊക്കെയല്ലേ നമ്മുടെ കടമ. ആ കടമയൊന്ന് നിർവഹിക്കുവാൻ നമ്മൾ ഒരുമിക്കുക, ആ മാർഗത്തിലേക്ക് വരിക. ഇത് നഷ്ടക്കച്ചവടമാണ്. കാരണം മൊഹീദ്ദീൻ ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ തല്ലുക എന്നത് ഇസ്ലാമിന്റെ ലാഭകരമായ കച്ചവടമല്ല. അതാണ് വിഷയം. പിന്നെ അടുത്ത വിഷയം, നമ്മൾ ഉണ്ടാക്കിയൊരു നിയമം, നമ്മുടെ വീട്ടിൽ നമ്മൾ നിലനിർത്തുന്ന ഒരു നിയമം, ആ നിയമം നമ്മൾ തന്നെ പൊളിച്ചാൽ, ഇന്ത്യ മഹാരാജ്യത്തെ പൗരനായി നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് വാങ്ങി, റേഷൻ കാർഡ് വാങ്ങി, മണ്ണെണ്ണയും പഞ്ചാരിയും വാങ്ങി, പാസ്പോർട്ട് വാങ്ങി, അപ്പോൾ നമുക്കൊരു കരാറുണ്ട്, ഇല്ലേ? അല്ലേ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം, നിയമ സംവിധാനം നമ്മൾ തന്നെ തകർത്താൽ പിന്നെ നിയമം ലംഘിക്കാൻ ആരാളുള്ളത്? നിയമം നമ്മൾ ലംഘിച്ചാൽ പിന്നെ നിയമം നിലനിർത്താൻ ആരാളുള്ളത്? സുഹൃത്തെ, മറിയം റഷീദ വരുമ്പോൾ, ഫൗസിയ ഹസൻ വരുമ്പോൾ, കൂമർ നാരായണൻ വരുമ്പോൾ, ഏതെങ്കിലും ചാരന്മാര് വരുമ്പോൾ, ഏതെങ്കിലും വിദേശത്തെ ആളുകൾ നമുക്കെതിരായി രംഗത്ത് വരുമ്പോൾ നിൽക്കവിടെ എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നിൽക്കണ്ടേ? നമ്മൾ നിയമങ്ങൾ പാലിക്കണ്ടേ? നമ്മൾ നിയമം ലംഘിച്ചാൽ, നമ്മൾ അരാജകത്വം ഉണ്ടാക്കിയാൽ, നേപ്പാളിൽ നിന്നോ ചൈനയിൽ നിന്നോ ടിബറ്റിൽ നിന്നോ അപ്പുറത്തുനിന്നോ അപ്പുറത്തുനിന്നോ ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ധാർമ്മികമായി എന്ത് അവകാശമാണ് നമുക്കുണ്ടാവുക? അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിയമം പാലിക്കണ്ടേ? ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നു നമ്മൾ നിയമം ലംഘിച്ചാൽ ശരി. NDF നടത്തുന്ന സ്ഥാപനങ്ങൾ, തേജസ്, അവിടുത്തെ ഒരു ഓഫീസർ, അവിടുത്തെ ഓഫീസിലെ ഒരു കൂലിപ്പണിക്കാരൻ നിയമം ലംഘിച്ചാൽ ഉഷാറായിട്ടുണ്ട്, ഓന് പൊന്നാട കൊടുക്കല. പിന്നെ എങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമം നമുക്ക് വേണ്ടി കൂടി ഉള്ളതല്ലേ? ആണ്. എത്രയെത്ര വക്കീലുമാരുണ്ട് നമുക്ക്, എത്രയെത്ര ജഡ്ജിമാരുണ്ട്. NDF-ന്റെ നേതാവ് ഒരു വക്കീലല്ലേ? ആ വക്കീൽ വാദിക്കുന്നത് എന്ത് വേണ്ടിയാ? നിയമലംഘനത്തിന് വേണ്ടിയാ? നാണക്കേട്. നിയമലംഘനത്തിന് വേണ്ടിയാണോ? അല്ല, നിയമത്തിന് വേണ്ടിയല്ലേ? അല്ലേ? നിയമപുസ്തകമല്ലേ മുന്നിൽ വെക്കുന്നത്? ആണ്. പിന്നെ നിയമം ലംഘിക്കല? അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ നേരം വെളുക്കുന്നവരെ നമുക്ക് പറയാനുണ്ട്, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നിയമം നമ്മൾ തന്നെ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് നിയമം പാലിക്കാൻ? അതുകൊണ്ട് NDF സുഹൃത്തുക്കളും, സിമി സുഹൃത്തുക്കളും, ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളും അങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിൽ വെക്കുന്ന ആരായാലും, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എങ്ങാനും വല്ലവരും അങ്ങനെ ഉണ്ടെങ്കിൽ അവരും ഉള്ളതായിട്ട് അറിയില്ല. എന്നാലും ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായ സംഭാഷണത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയായാൽ മതിയെന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം കേട്ടോ. അങ്ങനത്തെക്കൊക്കെ ചിന്തിക്കേണ്ട വശം. പിന്നെ ഷബാബിന്റെ ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എന്താ ഷബാബിൽ വന്ന എന്താണ്
നന്ന ചുരുങ്ങിയത് വിശ്വ ഹിന്ദു പരിഷത്തിനെതിരെയെങ്കിലും നമ്മൾ ഒന്നിക്കണം. ആരേറ്റ്? മുജാഹിദും ശബാബും